ഇതാ ഇത് നല്ല ഭംഗിയാവും. ഇത് തോമസ് മംഗലം ചോദിച്ചോളൂ. അപ്പൊ നിങ്ങൾ ഈ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് രോഗമാണല്ലോ? കോഴിക്കാട്ടം വേറെ, ഇത് വേറെ. എന്റെ അമ്മേ, ഇവറ്റങ്ങള് ഇങ്ങനെ വന്നെ ഇവിടെ ഞാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഇടാൻ പോവാ. സി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടാ. നല്ല ഭംഗിയായിരിക്കും ഇത് എന്ന് തോന്നുന്നു കേട്ടാ. കോട്ടൂർ കോണം ദൈവങ്ങളെ അതുപോലെ അടിപൊളി വാങ്ങിയിട്ടായിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട്. ഇത് സി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടാ. ഇത് കൊണ്ടുവന്ന് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 144 ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില കണ്ടിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ ചിലരൊക്കെ വീട് പണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അസോള ടാങ്ക് പണിതിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ കുടിലിൻ്റെ അവിടേക്ക് നമുക്ക് വഴി രണ്ട് സൈഡും ഭംഗി വയ്ക്കാനായിട്ട് ഇത് വെച്ചോണത്. ഇത് നമ്മൾ വാങ്ങിച്ചോണത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മരങ്ങൾ ഇവിടെ പുല്ലുകൾ വെച്ചിട്ടുണ്ടല്ലോ, നിറച്ച് പുല്ലുകൾ വെച്ചിട്ടുണ്ടല്ലോ. പുല്ലുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ അബിയായാലും ഇതായാലും ഇതിൻ്റെ കടയ്ക്ക് പുല്ലിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിനെ നാലായിട്ട് കണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അതിലേക്ക് നമുക്ക് കണ്ട് വളം, കോഴിക്കാട്ടം, ചാണപ്പൊടിയൊക്കെ കൊണ്ടുവന്നാൽ അതിലേക്ക് ഇടാൻ വേണ്ടോ. പുല്ല് എനിക്ക് കയറില്ലേ. ഇതിപ്പോൾ പുല്ലാണ് കൂടുതൽ വളം തിന്നണത്. നമുക്ക് കുറേ എണ്ണം ഉണ്ടല്ലോ ചെടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 144 വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം, സരിത ജഗുവിനെ കൂടിയിട്ട് ആശുപത്രിയിൽ പോയിരിക്കണം. ജഗുവിന് പെട്ടെന്നൊരു ഛർദി. കാലത്ത് സാധാരണ പോലെ ഒരു ചായയും ഇതും ജ്യൂസൊക്കെ കുടിച്ചുള്ളൂ. പക്ഷേ വെറുതെ ഒരു ഛർദി എന്താണെന്ന് അറിയില്ല. കാരണം ഇന്നലെയാണെങ്കിൽ ഒന്നും പുറമെന്നുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണം മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനവരെ കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ പോയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. ഈ വിൻസിൻ്റെ ഡീപ്പോളിൽ നമ്മുടെ ഇവിടുത്തെ ആശുപത്രി കൊല്ലൂരത്തെ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പിന്നെ അരമണിക്കൂർ നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഛർദ്ദിക്കേണ്ടതെന്ന് അല്ല. അപ്പോൾ എന്താ കഴിഞ്ഞിട്ടൊരു ഭക്ഷണം കൊടുത്തിട്ട് ഛർദ്ദിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് പോരാ. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഗ്ലൂക്കോസ് കയറ്റാൻ എന്തെങ്കിലും പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോരും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ പണി തുടങ്ങാം. മഴ വരുന്നുണ്ട്. പിന്നെ ഞാൻ വളം വാങ്ങിച്ചു കൊണ്ടു വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് എന്ന് തോന്നുന്നു കേട്ടാ. ആദ്യം നമ്മൾ ഇതിൻ്റെ പുല്ല്, നമ്മുടെ അബിയനോടൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹം ആയി. കാരണം ഇവൻ നമുക്ക് 10-15 അബിയു കഴിഞ്ഞ കൊല്ലം തന്നു. നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് അബിയു. ഈ പുല്ലൊക്കെ വാരി കളയാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ വളം ചെയ്യുന്ന ടൈമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് വളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് കണ്ട, ഇതിൽ പുല്ലുകൾ പടർന്ന് ഇതിലേക്കായിട്ട് കയറും. അത് കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരും. ഇഷ്ടിയേക്കിനൊക്കെയുള്ളൊരു ഭംഗി ഉണ്ടാവും ഈ സാധനത്തിന്. ഇതിനൊരു ഭംഗി ഉണ്ടല്ലോ. അതുകൊണ്ട് കൂടിയിട്ടാണ് ഇതിനെ നമ്മൾ വെക്കുകയെന്ന് വിചാരിച്ചിട്ടാ. ഒരെണ്ണം വെച്ച് നോക്കിയോട്ടെ കേട്ടാ. തലയിൽ നിറച്ച് കുളിറുമ്പോ അതെ. എൻ്റെ അമ്മേ, അയ്യോ, ഇവറ്റങ്ങൾ ഇങ്ങനെ വന്നെൻ്റെ തലയിൽ നിറയെ. ഇവറ്റങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ഞാനിത് അറിഞ്ഞു പോലും ഇല്ലല്ലോ. നിധിയും പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഈ പുളിറുമ്പോഴൊക്കെ എന്നോട് വല്ല വൈരാക്കിൻ്റെ. ആ പുളിറുമ്പിൻ്റെ കൂടാണിത്. കണ്ടാ ഇതൊരു കൂടിന് കണ്ടാ. അപ്പോൾ ശരിയാക്കിയതാ കുട്ടികളെ ഞാൻ. കണ്ടാ ഇതൊരു കൂടിന് വേണ്ട. കണ്ടാ ആയിരക്കണക്കിന് പുളിറുമ്പില്ല. ഇങ്ങനത്തെ നിറയെ കൂടുകളാണ് നമ്മുടെ ഇതിൽ. ഈ ചില ഇലകൾ എന്ന് പറഞ്ഞാൽ ഈ പുളിറുമ്പുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഈ അബിയുവിൻ്റെ ഇലയൊക്കെ ഇതിങ്ങനെ പൊതിഞ്ഞ് നല്ല ഭംഗിയിലേക്ക് അവർക്ക് സംരക്ഷിതാ എന്താ പറയുക, ഒരു വീട് പോലെയൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറേ ഇലകളുണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ അതൊക്കെ ഇതിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് വയ്ക്കാൻ കേട്ടാ. പുളിറുമ്പ് എനിക്ക് പേടിയുന്നൊരു പുളിറുമ്പിനെ ദോരണം വെച്ച് നോക്കിയാൽ കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. 2 റൗണ്ട് എടുത്തു കൊണ്ടിട്ടേ ഭംഗിയില്ല കേട്ടാ. അത് എല്ലായിടത്തും 4 എടുത്തോണ്ടിട്ടേ. വലിയ കനൊന്നുമില്ല കേട്ടോ ഈ സാധനം. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയുണ്ട് ഇതിന്. നമ്മൾ ഇഷ്ടിയെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുല്ലന്തോട്ടത്തിനെ എൻ്റെ തേങ്ങ നിറച്ച് പൂന്തോട്ടത്തിനേ ഭംഗിൻ്റെ വലിയ
ഇതുണ്ടാക്കുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഉണ്ടാക്കണതല്ല, ഇതിൻ്റെ ഏജൻസി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടെ തലൂര് ഇവിടെ കുറേ പേര് വീട് പണിയിട്ടാണ്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ വീട് പണി ഉണ്ട്. ഇത് ചിലവ് കുറവാണ് ഇതിന്. 58 രൂപയല്ലേ ഉള്ളൂ. അത്രയ്ക്കും വലിപ്പത്തിൽ നമുക്ക് ഇഷ്ടിക കിട്ടണമെങ്കിൽ എത്ര കാശ് കൊടുക്കണം? ആദ്യം ഒരെണ്ണം വെച്ച് നോക്കിയോ കേട്ടോ, അങ്ങനെ ഉണ്ട് എന്നിട്ടാ. ഓ അതുമ്മേണ് പുളിയുറുമ്പ്. ഏതുമേ? വീണ്ടായി. അതെ, ഇവറ്റങ്ങളെ കൊണ്ട് ഇവരെ ഞാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഇടാൻ പോവാ. എടുക്ക് കുറച്ചാ സാധനം കിടക്ക്, എന്നെ പ്രാന്ത് പിടിപ്പിക്കും. അയ്യോ, വീടും പരിസരമൊക്കെ ഭംഗിയാക്കുമ്പോൾ ഇങ്ങനത്തെ ചില ആശയങ്ങളൊക്കെ തോന്നും. പക്ഷെ വൃത്തിയാവട്ടെ ഈ സാധനം. താത്തണമെന്നാണ് ഞാൻ ഒരു ആലോചന കേട്ടോ എനിക്ക്. ഇത് ഇത്തിരി താത്തിയാലെന്നാണ് എനിക്കൊരു ആലോചന. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഇത്രയ്ക്ക് ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയ്ക്ക് ഒരുത്തർ പുല്ലിൻ്റെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി താത്തി കഴിഞ്ഞിട്ട് ഇത്തിരി കൂടി ഭംഗി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി താത്തട്ടെ കേട്ടാ, എന്നിട്ട് വയ്ക്കാം. അയ്യോ, നീ തിന്ന് മെതിയും കയറി തുടങ്ങിയില്ല കുട്ടികള്. എന്തായാലും ഇത്തിരി താത്താം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കും. മണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ. നോട്ടിടാൻ പറ്റി. ആ ഇതൊക്കെ ഇത്രയ്ക്ക് വരും മതി. ബനീൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിരുന്നു. ഈ പൂളിയുറപ്പുകളോട് തോറ്റൊരു സാധനങ്ങളുണ്ട്. അയ്യോ, ഇതുപോലൊരു സാധനങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ചു വെറുതെ നാലാണ്ട് വെറുതെ എടുത്ത് വയ്ക്കില്ല വേണ്ടതെന്ന് വിചാരിച്ചു. ഇപ്പോൾ മനസ്സിലായി പണിൻ്റെ ഇതിന് വയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിങ്ങനെ പോകണം. ഇവിടെ തിരി വയ്ക്കണം കൂടുതൽ. എവിടെ ഇവിടെ സാധനം ആയുധം. അല്ല ശരി പണി ഇനിയാ. ഇതിപ്പോൾ ഇതിന് മാത്രമല്ല, നമ്മുടെ മിഥുനൊക്കെ തന്നിട്ടുള്ള നമുക്ക് മാവും തെയ്യിക്കിൻ്റെ അതിനൊക്കെ വയ്ക്കണം. എല്ലാത്തിനും വയ്ക്കണം. അല്ല ശരിയാവില്ല. ഇനി അടുത്തത് ഇങ്ങനെ വെച്ചു. ഇനി ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ വയ്ക്കണം. കണ്ണിൻ്റെ ഉള്ളിയോടെയൊക്കെ പുളിറുമ്പ് വരുന്നുണ്ട്. കുറേ പേരൊക്കെ നമ്മുടെ മേലിയോടെ ഞാൻ സഞ്ചരിക്കാനായിട്ട് അനുവദിക്കും. ഭയങ്കരമായിട്ട് ആകുമ്പോൾ ഞാൻ ഒക്കെ തിരുമ്മി പരുവാക്കും. പിന്നെ അവരെ ഭയങ്കര മഴയായിരുന്നു. അപ്പം മഴ ഒന്ന് ഒതുങ്ങിയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇത് ഇത്തിരി ഉയരം കൂടുതലായി. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഓക്കെയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് ഈ സാധനം. പരിപാടി അടിപൊളിയാണ് പരിപാടി. ഇവിടുത്തെ കുറച്ച് മണ്ണൊക്കെ നീക്കി കഴിഞ്ഞാലേ ഇവിടെ ഒന്ന് താഴണം. ഇതൊക്കെ ഇനി ഈ മണ്ണ് ഇവിടേക്ക് ഇടണം. അല്ലെങ്കിൽ തള്ളും പുറത്തേക്കില്ല. ഇത് എല്ലാത്തിനും ഇടുമ്പോൾ വയ്ക്കും നമ്മുടെ പണിക്കൂട്ട് കഴിയും. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യല്ലോ കേട്ടോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പണിക്കാരൊന്നും വിളിക്കില്ല. ഇപ്പോഴേ പനിക്കാരാണ്. ആശുപത്രിയിൽ നിന്ന് അറിയാം ആളുകളാ. ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ചെയ്തതിൻ്റെ പോരായ്മ കേട്ടാ. ഈ മരത്തിൻ്റെ ഇതില്ലേ, ഇത് ശരിക്ക് സെൻട്രലാണ് വരേണ്ടത് കേട്ടാ. ഇവിടെ നിന്ന് ഇത്രയ്ക്ക് അകലം, ഇവിടെ നിന്ന് ഇത്തിരി കൂടുതൽ അകലുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തേക്കിൻ്റെ വേര് നിൽക്കുന്നുണ്ട്. ഇത് നീക്കാൻ പറ്റില്ല കേട്ടാ. പണ്ടത്തെ തേക്ക് മുറിച്ചാണ് ഇത് വലിയ തടി, അതുകൊണ്ട് നീക്കാൻ പറ്റില്ല. അപ്പോൾ അബിയു ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കുമ്പോൾ ഇപ്പോൾ അത് കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ വ്യത്യാസം വരുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എനിക്ക് വളമിട്ട് കൊടുക്കാം. എന്നെ പുളിയുറുമ്പ് മേടിച്ച് തോറ്റു. അയ്യോ, ഇത് എന്തോരം പുളിയുറുമ്പ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ വളങ്ങൾ, കോഴിക്കാട്ടം, ചാണപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് നിറയ്ക്കാം. ഇപ്പം അതിൻ്റെ ഉള്ളിൽ പുല്ല് കയറില്ലേ. വളം വാങ്ങിച്ചോണത് പൊട്ടാഷ്, ഏട്ടൻ ബോസ് ഒക്കെ കൂടി കലർന്നിട്ടുള്ളൊരു മിക്സർ സാധനമാണ് വാങ്ങിച്ചോണ്ടത് കേട്ടോ. ഇതാണ് വളം.
ഇവിറ്റങ്ങളോ ഞാൻ 1 കിലോയ്ക്ക് 30 രൂപയെ വളർത്തേണ്ട വില. ഒരു 150 ഗ്രാം വെച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സമാധാനമില്ല. മറ്റേ ഇതിൻ്റെ വാങ്ങിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചാക്കിൽ നിന്നിട്ടൊന്ന് ഇതാണ് നമ്മുടെ വളം. ഇവറ്റങ്ങൾക്ക് മാത്രം ജൈവവളം മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചോളാം. അപ്പോൾ ഒരുവിധം പേരൊക്കെ 99.99% പേര് പറഞ്ഞു. ഇവറ്റകൾക്കൊക്കെ ഇംഗ്ലീഷ് വളം, അതായത് ഇങ്ങനത്തെ വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചുക്കി പിടിച്ചതും അതൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു കാലത്തും ഒന്നും ചേർക്കില്ല. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്കൊന്നും ഇതില്ല. അപ്പോൾ ഒരു 100-150 ഗ്രാം വെച്ചിട്ട് ഓരോന്നിനും ഇടുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അബിയു ദൈവങ്ങളെ അടിപൊളി ആയിക്കോട്ടെ. അടുത്ത പോലെ ഇനി ഇവിടുത്തെ പുല്ലൊക്കെ നല്ല ഭംഗിയിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനും ഒരു വൃത്തിയവരെ. ഈ പുളിയുറുമ്പുള്ളത് കൊണ്ടാണ് ഞാൻ തോറ്റത്. അല്ലാണ്ട് പണിയെടുത്തിട്ട് കരയ്ക്കുന്നതല്ലേ. ഇവറ്റങ്ങളാണ്ട് കടിച്ചിട്ട് വയറിൻ്റെ ഉള്ളിലും ഇവിടെയൊക്കെ പോയി. എന്നെ മാത്രമല്ല ഇതിൻ്റെ മേലും കടിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കോട്ടൂർ കോണം മാവിനാണ് കേട്ടോ ചെയ്യാൻ പോണത്. കൊലമാവ് അവൻ ഉണ്ടായില്ലേ, കഴിഞ്ഞെല്ലാം ഒരെണ്ണം ഉണ്ടായി, ഈ കൊല്ലം ഉണ്ടായില്ല. പിന്നെ അടുത്തത് അവൻ്റെ കട ശരിയാക്കാം. ഇതുവരെ നമ്മൾ ഒരു 6-7 കിലോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 6 കിലോ ഉണ്ടാവുള്ളൂ, വലിയ തൂക്കൊന്നുമില്ല. ഇത് എന്തൊട്ടും മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. ആദ്യം ഞങ്ങൾ കൊണന്ന് വെച്ചിട്ട് തുടങ്ങാം. ഒരു ദിവസം ഒരു 10 എണ്ണത്തിന് വെച്ചിട്ടാണെങ്കിൽ തന്നെ 3-4 ദിവസം ഇതുമേ ഇരിക്കണം. ഇവൻ്റെ കട എല്ലാത്തിനും കിടക്കില്ലേ, പുല്ല് നിറഞ്ഞു. വർത്താനം പറയാൻ വയ്യാണ്ടായി, കളക്കിലും വർത്താനം പറയില്ലേ. അങ്ങനെ രണ്ടാമത്തെ കഴിയുന്നു. ഇത് കറക്റ്റ് കണ്ട മാവ് ശരിക്ക് ഈ കള്ളീര ശരിക്ക് സെൻറ്ററിലായി. എല്ലാ സ്ഥലത്തേക്കും ഒരേ അളവ് തന്നെയാണ് കണ്ട. ഇവിടെ വേരും കീരുന്നില്ല, താരം കറക്റ്റ് അളവ് തന്നെ കിട്ടി. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എൻ്റെ കോട്ടൂർ കോണം ദൈവങ്ങളെ അടുത്ത പോലെ അടിപൊളിയായിട്ട് വാങ്ങിയിട്ടായിക്കോട്ടെ. ഇനി നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ ഈ ഏരിയയിൽ പുതിയതായി വെച്ചൊരു മാവൻ തെയ്യാനായിട്ടത്. ഇത് ഏതാ തെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അടിപൊളി തെയ്യാണ്. അവന് വയ്ക്കാം. ആൾ വലിപ്പമായിട്ടില്ല. ഇവിടുത്തെ വയ്ക്കുമ്പോഴത്തെ ഒരു പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഉണങ്ങി പോവാണല്ലോ. ഇത് ഉണങ്ങി കണ്ടാ. അപ്പോൾ ഇവർ ഉണങ്ങിപ്പോകണമെന്ന് നമുക്കറിയില്ല. അല്ല, ഉണങ്ങിപ്പോകണ്ടെന്ന് അറിയില്ല എന്നാ. ഇവൻ ഉണങ്ങി പോകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പം നിനക്ക് ഞാൻ നല്ലൊരു തട ഇട്ട് തരും കേട്ടോ. കണ്ട പുല്ല് കണ്ട കട്ട കുതിരിയിരിക്കുന്നത്. ഈ പുല്ലുകൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പിന്നെ മാറ്റി കളയാം. ആദ്യം ചെത്തിയിട്ടേ ബെസ്റ്റ് ഒട്ടുമാവാട്ടത്. നല്ല വളർച്ചയുണ്ട് ഇതിന് കാണാൻ. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ഇത് ഇത്രയ്ക്ക് വലിപ്പാകുമ്പോഴാവും ചിലപ്പോൾ ഉണക്കം വരാം. കണ്ട എന്തുമാത്രം പുല്ല. ഇതൊക്കെ ഈ വളം ഒക്കെ വലിച്ചെടുക്കുക. ഒരു കാട് അല്ല കാറ് വരുന്നുണ്ട്. അപ്പോൾ സരിതയും ചോദിക്കുക. അപ്പോൾ അവിടെ ഒരു അധികം നേരം കിടത്ത അല്ല ഇരിക്കേണ്ട ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. തുറന്ന് നീ ഇറങ്ങിക്കോ. എന്നോട് എന്നിട്ടാ എൻ്റെ കൈ മാറി മണ്ണല്ലേ. എന്ത് പറഞ്ഞു ജഗുവിന്? ഇത് പിടിച്ച എൻ്റെ കൈ നിറച്ച് ചെളി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാണ്ടിരുന്നേ. അപ്പോൾ ജഗുവിന് കുഴപ്പമില്ലാന്ന്. ഫുള്ള് ഊബറാ.
ചില സ്ഥലങ്ങളിൽ ഊബറില്ലട. എവിടേക്ക് മലപ്പുറം അവിടെ നിന്ന് ഊബറില്ല എന്ന് പറയുന്നു. തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തേക്ക് ഉണ്ട്. ബാക്കി സ്ഥലം നമുക്കറിയില്ല. ഇവൻ സെറ്റായി. എന്തായി വെക്കല്? എന്താവാൻ, ഒരെണ്ണത്തിനാക്കണമെങ്കിൽ അരമണിക്കൂറിൽ മീത വേണം. മനുഷ്യൻ വയ്യാണ്ടാവത് ഇതിട്ടിട്ട് ഇതാക്കിട്ടല്ല, പുളിയുറുമ്പ് മേടിച്ചിട്ട്. സാറില്ലേ, എത്ര നാളെ പറയണു പുളിയുറുമ്പിന് ജമ്പ് വാങ്ങിച്ചടിക്കാൻ? ചേട്ടന് പറ്റാണ്ടല്ലേ? പുളിയുറുമ്പ് കടി കൊണ്ടോ? ജമ്പ് കമ്പനിക്കാരെ ഇറക്കണ മുഴുവൻ ജമ്പ് വേണ്ടി വരും. ഇവിടുത്തെ പുളിയുറുമ്പുള്ള മുഴുവൻ വേണ്ട, അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ജസ്റ്റ് ഒന്ന് മരങ്ങളുടെ കടയ്ക്ക് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേണ്ടോ? ഈ വർഷകാലത്ത് സ്പ്രേ വേണ്ടാന്ന് ചേട്ടൻ അതൊക്കെ പുച്ഛിച്ച് തള്ളിക്കും. എന്നിട്ട് പുളിയുറുമ്പ് കടിയും കൊണ്ട് നടന്നോ? അവറ്റങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ട. അവറ്റങ്ങളെ ആരെ കടിക്കാന്ന് വിചാരിച്ചിട്ട് അവറ്റങ്ങൾ നിൽക്കുക. അതിന് ഇതിനൊക്കെ വെക്കണ്ട. ഇതിനൊക്കെ വെക്കണം. എന്നിട്ട് അവിടെ രണ്ടെണ്ണത്തിന് വെച്ചു, ഇതിപ്പോ വെച്ചു. ഇനി ആ ബിയു, ആ ഫിലോസാൻ, അങ്ങനെ ഞാൻ ഇവിടെ ഒന്നും വെക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ ഇതിന് വെക്കണ്ടേ? പിന്നെ ഈ മാവിന് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ ആ ഭാഗത്ത് ബാക്കിലുള്ള മരങ്ങൾക്ക് മാത്രം വെക്കണുള്ളൂ. ഫ്രണ്ടിലുള്ളതിന് എന്തിനാ വെക്കണേ? പിന്നെ ഫ്രണ്ടിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പുല്ല് വന്ന് കിടക്കണല്ലേ നല്ലത്. ഇത് വൃത്തിയേടാ ഇവിടെ. ഇതാ ഇത് നല്ല ഭംഗിയാവും. ഇത് ഇപ്പൊ ഈ മണ്ണ് ഇപ്പൊ ഞാൻ കളച്ച മണ്ണ് എടുക്കുന്ന അതൊക്കെ ഇതിന്റെ അടിയിലേക്ക് പോവും, പുല്ലിന്റെ അടിയിലേക്ക് പോവും. ഇനി അടിക്ക് പുല്ല് വരില്ല. പിന്നെ അത് മാത്രല്ല, ഇത് നമ്മള് വെക്കണത് തണലിന് വേണ്ടിട്ടില്ലല്ലോ. നമുക്ക് അന്ന വല്ല ചാക്ക വല്ലതിട്ടിട്ട് അതിലേക്ക് മണ്ണിടേണ്ടതായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ അതൊക്കെ ഇപ്പൊ 2 മഴ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പോവും. ശരി, മണ്ണ് പുല്ലിന്റെ അടിയിലേക്ക് പോവും. നീ മേടിക്കുന്നു വേണ്ട. ഞാനിപ്പോ ഈ ചാക്കിന് മുഴുവൻ വെക്കാനായിട്ട് അപ്പൊ വല്ലവരെയും നിർത്തേണ്ടി വരുമോ? തമിഴ് വല്ല പണിക്ക് വെക്കണം. ഞാൻ തന്നെ ഒരു ദിവസം ഒരു 10 എണ്ണം വെച്ച് വെക്കും. ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് കഴിയുന്ന പ്രക്രിയല്ല, അത് നീണ്ട ഒരു കാലയളവാണ്. കാലയളവല്ല, മണ്ണെടുക്കാൻ കിട്ടണില്ല. കണ്ട, മണ്ണെടുക്കാൻ കിട്ടണില്ലല്ലോ. ആയിക്കോട്ടെ, അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ അപ്പൊ ഇനിയുള്ളതെങ്കിലേ ചേട്ടനെ ഒരു ചാക്ക അങ്ങനത്തെ വല്ല ടാർപ്പായര വലിയ പീസില്ലേ, ഇത്ര പോകുന്ന പീസില്ലേ, അത് വെച്ചിട്ട് അതിലേക്ക് കളച്ച് മണ്ണിടാ. അടുത്തോട്ട് സമ്മതിച്ചല്ലോ, ഭാഗ്യം. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഞാൻ സമ്മതിക്കാണ്ട് എവിടെ പോണു? എനിക്കിപ്പോ ഇന്ന തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടുത്തൊന്നുമില്ല. അയ്യോ, ആരോടെ ഈ പറയണേ? ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് ചേട്ടനറിയാം കണ്ടോണ്ടിരിക്കണവർക്ക്. നമ്മളെല്ലാ കാര്യങ്ങളും അനുകൂലിക്കും. ഇതേത് മാവാ? ഇത് ഈ മറ്റേ സാധനം, ഇത് കൊളമ്പ. കൊളമ്പ പോകുന്നുണ്ട്. ജഗ്ഗുന് ഞാനൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു പറഞ്ഞേ. അപ്പൊ ഇഞ്ചിയൊക്കെ വിഴിഞ്ഞ് കട്ടൻ ചായ കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് അവിടെ ഇരിക്കണ്ടവൻ. അപ്പം അത് കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഭക്ഷണം വേറെ കഞ്ഞി ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഡോക്ടർ. പുറത്തുനിന്ന് വലുതും കഴിച്ചു എന്ന് ചോദിച്ചു. ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കഴിച്ചത് ഒരേ ഭക്ഷണം. ഞങ്ങൾക്ക് വലുതും വരണ്ടേ. എന്തിട്ടാ പറ്റിയെന്ന് അറിയില്ല. ഇന്നലെ ഇപ്പോൾ 15 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ഇന്നലെ എടുത്താണ്. 16 വയസ്സായിപ്പോൾ. അതിനായാലും ഛർദി ഒന്നും വരില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അത് പനിയാ വരാ. അത് പനിച്ചിട്ടൊന്നുമില്ല അവന്. അതെ, 15 വയസ്സിന്റെ ഇഞ്ചക്ഷൻ അന്ന് സ്കൂളിൽ എല്ലാവർക്കും എടുക്കില്ല. 15 വയസ്സിന്റെ സ്കൂളിലാണ് എടുക്കുക. പനിയായിരുന്നു. പോയില്ല. പിന്നെ നമ്മുടെ തോമസ് മംഗലം ചോദിച്ചോളൂ, ഇന്നാളെ എന്നിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തും രോഗമാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ജഗ്ഗുവിന് അസുഖം. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ട് ഉദ്ദേശിക്കുന്നത്? വയറിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വറുത്തത് പൊരിച്ചതൊന്നും അല്ലാത്ത മൈദ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് പോലത്തെ അതല്ലാത്ത ഫുഡുകളെയാണ് ഹെൽത്തി ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വയറിന് അത് കഴിച്ചുകൊണ്ട് നമുക്ക് അസുഖം വരാണ്ടിരിക്കൂല. പ്രതിരോധ ശേഷിയൊക്കെ ജഗ്ഗുവിന് വളരെ കുറവ്. എപ്പോഴും അസുഖങ്ങൾ വരാറുണ്ട് മുന്നേ തൊട്ട്. എന്നാലും അങ്ങനെ ഭയങ്കര നന്നായി കുറഞ്ഞു മുന്നത്തെ വെച്ച് നോക്കുമ്പോ അല്ലേ? ഇപ്പോഴൊന്നും അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പൊ അവന് ചോറ് അല്ലെ കഞ്ഞിയൊന്നും കുടിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞപ്പോ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടാ പോന്നേ. അവിടെ അടുത്തൊരു ആശുപത്രിയുടെ അടുത്തുള്ള കടയിൽ നിന്ന്. അപ്പൊ എന്റെ വളടലും കൈയോടെ ചെയ്യുന്നുണ്ട് ഞാൻ. ഇതങ്ങനെ ഈ പുല്ലില് നല്ല ഭംഗിയില് ഇതിനെ വന്നിട്ടാണ് ഇതാവും, വലയും ചെയ്യും. ഇപ്പൊ ഈ കാണുന്ന ഈ ഭംഗി കേടല്ല. നീ ഒരാഴ്ച കഴിയുമ്പോ വ്യത്യാസം നോക്കിക്കോ. മഴ പെയ്യുമ്പോ കുറെ മണ്ണ് പോകും. മണ്ണ് ഈ പുല്ലിന്റെ ഇടയിലേക്ക് ആടുന്നിറങ്ങും. മണ്ണ് കനം കൂടിയതാണല്ലോ, പുല്ല് കനം കുറഞ്ഞാണല്ലോ. ശരി, ശാസ്ത്രം വേണം. ആ 2 എണ്ണത്തിന് കളച്ചപ്പോഴേ മനസ്സിലായില്ലേ ചേട്ടന് മണ്ണ് ഇങ്ങനെ എടുക്കാൻ കിട്ടില്ല എന്നുള്ളത്?
അത് ഭയങ്കര അബദ്ധമായിരുന്നു. നീ പറഞ്ഞപ്പോൾ ആലോചിച്ചാൽ നീ പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തു. അതാണല്ലോ ശീലം. അല്ല ഇപ്പൊ മനസ്സിലായി. ആ കളക്കണത് ഒരു ചാക്കിലാക്കി കഴിഞ്ഞാൽ വൃത്തിയിൽ കിടക്കുന്നു. ഇവിടെ ഇതാടാ ഇതിനും എല്ലാവർക്കും വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കടയ്ക്ക് നീക്കിട്ടോ. ആ മറ്റേ അബിയൂനൊന്നും പിടണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ബാക്കിലത്തേന് ഓരോ ലോഡ് കോഴിക്കാട്ടം തട്ടിയിട്ട് അബിയൂന്റെ ഇലയൊക്കെ മഞ്ഞച്ചു. കോഴിക്കാട്ടം വേറെ, ഇത് വേറെ. ശരി. മറ്റേ ഫിലോമന മറ്റേ മഴക്കാട് ഇത് പറയില്ലേ, എന്നിട്ട് പറയാ അത് വേറെ ഇത് വേറെ എന്ന് പറയുന്നത്. ഇത് ഒരു സീൻ പറയില്ലേ വീട്ടിലിരുന്നിട്ട്, ഓർമ്മയില്ല. ഈ എന്നിട്ടേലാവട്ടെ ചേട്ടൻ വളട് നോക്കി നിറച്ച് പുളിയുറുമ്പോ അതല്ലേ മേത്ത് ഇങ്ങനെ ചാരി കാലിന്റെ ഉള്ളിയോടെ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഷാർട്ടിന്റെ ബനിന്റെ ഉള്ളില് പുളിയുറുമ്പാ. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യണില്ല എന്നുള്ള പറ്റങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോ നാണായിട്ട് വില വയ്ക്കില്ല, ഞാൻ വില വയ്ക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞാനിവരൊക്കെ ഉണ്ടായിട്ട് ഇന്ന് പോണ്ടേ നോക്കിയേ ഒരു അപ്പൊ അതിന് വില വെക്കണ്ടെന്ന്. അപ്പൊ ഞാൻ അടുത്തേക്ക് പോട്ടെ. ഒരു 2-3 അവിടെ ഞാൻ നടും. അപ്പോഴേക്കും ഞാൻ വയ്യാണ്ടാവും, തളർന്ന് ക്ഷീണിക്കും. ഇതിന് വെക്കണ്ട, ഈ അബിയൂന് വെക്കണ്ട. അതിന് വെക്കണം. വളരണ്ട സാധനങ്ങൾക്കൊക്കെ വെക്കൂല്ലേ? വളർട്ടുകൊണ്ടിരിക്കുന്ന സാധനം ഇപ്പൊ ഫിലോസാണ് വെക്കാൻ പോണത്. പിന്നെ നമുക്ക് പേരക്കായ നമ്മുടെ ഉണ്ടായി തുടങ്ങിട്ടാ. നോക്കിയേ അടിപൊളി പേരക്കായ ഉണ്ടായി തുടങ്ങി. പേരക്കായ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. പേരക്കായ ഉണ്ടായിരുന്നു. ഇത് മറ്റേതാ തായ്ലൻഡ് അല്ലേ? തായ്ലൻഡ് അല്ല, ഇത് അത്ര വലിപ്പം വരുന്നതല്ല. ഇത് തായ്ലൻഡ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തന്നത്, അവരെന്നെ പറ്റിച്ചു. വലുതാവേരിക്കും ഇല്ലേ, വലുതാവേണ്ട ടൈപ്പിലെ കണ്ടത്. നല്ല വെളുത്തു തുടങ്ങി ആയി തുടങ്ങി. ഫസ്റ്റത്തെ വേണമെങ്കിൽ അങ്ങനെ വരും, പിന്നെ അടുത്ത വട്ടം ഉണ്ടാവണോട്ട് വേണമെങ്കിൽ ഇതാവേരിക്കും. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നാളെ നമുക്ക് വേറെ വീഡിയോ കാണാം. ശരിക്കും ഇത്തിരി ഉഷാറിലായിട്ട് വീഡിയോ ആയിട്ട് വരാം. മൊത്തത്തിലൊരു ഡാമേജാ.